അയ്യോ, എന്താ ഈ പറയുന്നേ? മുൻകൂർ ജാമ്യം കാണാനില്ലെന്നോ? മുൻകൂർ ജാമ്യം കാണുന്നില്ലെന്നോ? എനിക്കറിയില്ല അച്ഛാ. എങ്ങനെ പോയി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അത് ഞാനല്ലേ എടുത്തു മാറ്റിയത്. സർ, ഞാനൊന്ന് അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. ഇനി നിൽക്കാനൊന്നും നേരമില്ല മിസ്റ്റർ ആനന്ദ്. സർ, ഒരു 2 മിനിറ്റ്. നിങ്ങളുടെ ഈ നാടകമൊന്നും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. മിസ്റ്റർ എസിപി, മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ വക്കീലുമായി ബന്ധപ്പെടാനുള്ള സാവകാശം ഞങ്ങൾക്ക് തരണം. വക്കീലുമായി ബന്ധപ്പെടാൻ പോയിട്ട് ഇനി ഒരു നിമിഷം തരില്ല ഞാൻ. മാഡം, ബാക്കി കാര്യങ്ങൾ കോടതിയിൽ പറയൂ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്തരുത്. മാഡത്തിനെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അയ്യോ ചേച്ചി, ആന്റി, ചേച്ചി, ശിവരാമേട്ട, മോനെ ആനന്ദേ, അയ്യോ ചേച്ചി അറസ്റ്റ് ചെയ്യാൻ പോകുന്നടാ. ഇത്രയും നാളും തൃച്ചംബരത്തെ റാണിയായി വാണില്ലേ, ഇനി നിനക്ക് കാരാഗൃഹം. അറസ്റ്റ് ചെയ്യൂ. ചേച്ചി, അയ്യോ ചേച്ചി. നിർത്ത. മുൻകൂർ ജാമ്യം എന്റെ കയ്യിലുണ്ട്. ഇനി എസിപിക്ക് പോവല്ലോ. സോറി മാഡം, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഞാനിതിനെ നിയമപരമായി നേരിട്ടോളാം. നിങ്ങൾ പൊയ്ക്കോളൂ. ഓക്കെ മാഡം, കമോൺ. ഈ അടുക്കളക്കാരിയെ പച്ചയ്ക്ക് കത്തിക്കണം. ആന്റി, പോലീസുകാര് പോകുന്നവരെ എനിക്ക് എന്റെ കൈയും കാലും വിറക്കായിരുന്നു. ഇനി എങ്ങാനും ആന്റിയുടെ കയ്യിൽ പോലീസ് വിലങ്ങ് വെച്ചിരുന്നെങ്കിൽ, ഓ, എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആന്റി. അതിനെന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ.
ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? തലപുണ്ടാക്കണ്ട, ഞാൻ തന്നെ പറയാം. വിലാസിനി മാഡം വല്യൂഞ്ഞിന്റെ മുറിയിന്ന് കയ്യില് മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ പേപ്പറാണല്ലോ. അമ്മയെ രക്ഷിക്കാൻ മുൻകൂർ ജാമ്യം. ഉറപ്പായിട്ടും അഖിലയെ ഞാൻ ജയിലിലേക്ക് അയച്ചിരിക്കും. മാഡം എന്താ ഇങ്ങനെ നോക്കുന്നത്? കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ നിന്നെ പേടിപ്പിക്കണ്ട, കാരണം ഞാൻ പേടിക്കില്ല. വല്യൂഞ്ഞിന്റെ മുറിയിന്ന് മുൻകൂർ ജാമ്യത്തിന്റെ പേപ്പർ മാഡം ആണ് എടുത്തു മാറ്റിയെന്ന് ഞാൻ അഖില മാഡത്തിനോടോ വല്യൂഞ്ഞിനോടോ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി അതെന്നെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങുന്ന് വാശിയെടുക്കുകയാണെങ്കിൽ അരുത്. അങ്ങനെ വാശി പിടിച്ചാ മാഡത്തിന് പേടിക്കേണ്ടി വരും. ആ പിന്നൊരു കാര്യം, ഈ തൃച്ചംബരത്ത് കല്യാണി ഉള്ളിടത്തോളം കാലം അഖില മാഡത്തിന്റെ കയ്യിൽ വിലങ്ങണിയിക്കാന്നുള്ള വ്യാമോഹം അതങ്ങ് കളഞ്ഞേക്ക്. അതിന് അനുവദിക്കില്ല ഞാൻ. നിക്കടി അവിടെ. നീ ആരാണെന്നാ നിന്റെ വിചാരം? തൃച്ചംബരം കുടുംബത്തിന്റെ രക്ഷകയോ? ഇങ്ങനെ ഓരോ കന്നന്തിരിവുകൾ കാണിച്ച അഖിലേച്ചിയുടെ പ്രീതി സമ്പാദിച്ച് ഇവിടുത്തെ മൂത്ത മരുമകളാകാമെന്ന മുഖം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക്. ഈ വിലാസിനിയുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നിന്റെ പാഴ് സ്വപ്നം മാത്രമായിരിക്കും. പിന്നെ ഇന്ന് നീ കടുവയെ പിടിച്ച കിടുവയായി മാറിയില്ലേ? അതിന് നീ അനുഭവിക്കും. നീ വിരലിൽ എണ്ണിക്കോ, ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ അതിന്റെ തിരിച്ചടി നിനക്ക് കിട്ടിയിരിക്കും. ഇതുവരെ നീ കാണാത്ത വിലാസിനിയുടെ മറ്റൊരു മുഖം നീ കാണാൻ പോവാ. മാഡം, ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നെ പേടിപ്പിക്കരുത്. ഞാൻ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിലാസിനിക്കും അത് തടയാൻ കഴിയില്ല.
പിന്നെ ഒരു തിരിച്ചടിയും എന്നിൽ യേശുവോ ഇല്ല. ഇത്രയും കാലം മാഡം എന്നോട് കാണിച്ചതെല്ലാം എന്തിനുള്ള തിരിച്ചടിയായിരുന്നു? ഞാൻ മാഡത്തിനോട് എന്ത് ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നു അതൊക്കെ? അപ്പോ തിരിച്ചടി എന്ന വാക്ക് മാഡം എന്നോട് പറയരുത്. അങ്ങോട്ട് ചെയ്തതിന് പകരം വീട്ടുന്നതിനെയാ തിരിച്ചടി എന്ന് പറയുന്നത്. ഇനി ഞാൻ ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം അധികം താമസിയാതെ ഞാൻ പറയാതെ തന്നെ മാഡത്തിനത് മനസ്സിലാവും. ആ തിരിച്ചറിവായിരിക്കും മാഡം എന്നോട് കാണിച്ചു കൂട്ടിയതിന് എല്ലാത്തിനും കൂടി ഞാൻ തരുന്ന തിരിച്ചടി. ഒരുങ്ങിയിരുന്നോ? അടുക്കളക്കാരി ഒറ്റ ഒരുത്തിയോ അഖിലാണ്ടേശ്വരിയുടെ അറസ്റ്റ് പൊളിച്ചത്. നീ അഭിനയിച്ച് തകർക്കുന്നത് കണ്ടല്ലോ. പോരാത്തതിന് അഖില മാഡത്തിനെ അറസ്റ്റ് ചെയ്താ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള സെന്റിമെന്റ്സ് ഡയലോഗും. എന്താ, അഖില മാഡത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നീ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമായിരുന്നു? വേണ്ട, എന്റെ കൈയുടെ കരുത്ത് നിനക്കറിയാവുന്നതാ. എന്റെ ഈ കൈയിന്ന് നീ വാങ്ങിച്ചു കൂട്ടിയിട്ടുമുണ്ട്. എന്താടി ആനന്ദ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തിളപ്പാണോ നിനക്ക്? ദേ, ഇവിടെ ആർക്കും അറിയില്ലെങ്കിലും ഞാൻ ആരാണെന്നും എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. അറിയാം, നീ ആരാണെന്ന് മാത്രമല്ല, നിന്റെ വരവിന്റെ ലക്ഷ്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ അഭിനയിച്ച അഖില മാഡത്തിന്റെ മുമ്പില് തകർക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അഭിനയം കൊണ്ട് നീ അധിക നാള് അരങ്ങ് തകർക്കാന്ന് വിചാരിക്കണ്ട. ഇനി അധികം വൈകില്ല. നീ ആരാണെന്നും നിന്റെ ലക്ഷ്യം എന്താണെന്നും അഖില മാഡം മനസ്സിലാക്കാൻ പോവാ. മാഡത്തിന്റെ കയ്യിൽ വിലങ്ങണിയിക്കാൻ നീയും നിന്റെ ചേച്ചി നാഗമടുത്ത് പ്രിയങ്കയും കൂടി പ്ലാൻ ചെയ്തതൊക്കെ ഇപ്പൊ തകർന്നടിഞ്ഞില്ലേ? ഇതൊരു തുടക്കമായിട്ട് കൂട്ടിക്കോ, നിന്റെയൊക്കെ തകർച്ചയുടെ തുടക്കം. കൊള്ളാം. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഏതോ പട്ടിക്കാട്ടിന്ന് അഷ്ടയ്ക്ക് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു വന്ന നീ വിദേശ പഠനം പൂർത്തിയാക്കിയ എന്നോട് വെല്ലുവിളിക്കുന്നു. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഞാൻ പട്ടിക്കാട്ടിന്ന് വന്നതാ. 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവള്. പക്ഷേ ശത്രുവിന് പോലും നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ട് എനിക്ക്. അതിന് നീ വിദേശത്തുനിന്ന് നേടിയ ബിരുദത്തിനേക്കാൾ വിലയുണ്ടാവും. ഇനി എവിടെയൊക്കെ പോയി എന്തൊക്കെ ബിരുദങ്ങൾ വാരിക്കൂട്ടിയാലും നീ തന്നെയാ. ജാത്തിയാലുള്ളത് തൂത്താ പോയില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് നിന്നെ പോലുള്ളവരെ ഉദ്ദേശിച്ച് പറയുന്നതാ. അല്ല, എനിക്കൊരു സംശയം. നീയും നിന്റെ ചേച്ചി നാഗമടത്ത് പ്രിയങ്കയൊക്കെ വിദേശത്ത് പോയി പഠിച്ചത് മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാന്നാണോ? അല്ല, കല്യാണം കഴിച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് നിലവിളക്കെടുത്ത് കയറേണ്ട ചേച്ചി അനുജത്തി തൃച്ചംബരത്തിന്റെ നാശം കണ്ടേ അടങ്ങുള്ളൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ചോദിച്ചു പോയതാ. പട്ടിക്കാട്ടിന്ന് വന്ന് 10ാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത ഈ കല്യാണി പറയുക, നീ നിന്റെ ചേച്ചിയും കൂടി ഇനി എന്തൊക്കെ ചെയ്താലും, ഇനി ഒറ്റക്കാലിൽ തപസ് ചെയ്താ പോലും തൃച്ചംബരത്തെ അഖില മാഡത്തിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക, അനുജത്തിയും ചേച്ചിയും കൂടി ചെയ്ത് കാണിക്കും. മാഡത്തിന്റെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ വിരലിൽ ഞാനൊരു പൊന്മോതിരം ഇട്ട് തരും.
പാടുള്ള സബ്ജക്ട് ഏതൊക്കെയാ? മാത്സും ഇംഗ്ലീഷും. അപ്പൊ എളുപ്പമുള്ള സബ്ജക്റ്റോ? ബയോളജി. വല്യൂഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കല്യാണിയെ കാണാൻ വന്നതാ. അനിയൻകുട്ടനോട് ചോദിച്ചപ്പോ അമ്പലത്തിൽ പോയിന്ന് പറഞ്ഞു. അതെ വല്യൂഞ്ഞെ, ഞാൻ വെളപ്പുറത്തമ്മയോട് നന്ദി പറയാൻ പോയതാ. ഭയങ്കര മഴ, അതാ കുറച്ച് വൈകിയേ. നന്ദി പറയാൻ പോയോ? എന്തിന്? എന്റെ പ്രാർത്ഥന കേട്ടതിന്. അഖില മേഡത്തിനെ അറസ്റ്റ് ചെയ്യരുതേന്ന് ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചത് എന്റെ ദേവി കേട്ടു വല്യൂഞ്ഞെ. നീ ഉള്ളുരുക്കി പറഞ്ഞ നിന്റെ വിളപ്പുറത്തമ്മയെന്നല്ല, ഏത് ദേവി അത് കേൾക്കും. അത്ര നല്ല മനസ്സാ നിന്റേത്. അമ്മയെ അറസ്റ്റ് ചെയ്ത് തടയാൻ പറ്റിയെങ്കിലും കസ്റ്റമേഴ്സിന്റെ ഇടയിൽ കമ്പനിക്ക് ബാഡ് മാർക്കായി. അമ്മയുടെ പേരിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുക. ഈ കേസിൽ നിന്നും അമ്മയെ നിരപരാധിയാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. വിഷമിക്കണ്ട വല്യൂഞ്ഞെ, എന്നായാലും സത്യം ജയിക്കൂ. മാഡം നിരപരാധിയാണെന്ന് ലോകം അറിയും. കല്യാണി, നീ കൃത്യസമയത്ത് ആ ബെയിൽ ഓർഡർ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അറസ്റ്റ് തടയാൻ പറ്റില്ലായിരുന്നു. നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്താ വല്യൂഞ്ഞെ ഇത്? ഞാൻ ആരുമല്ലാത്ത പോലെ നന്ദിയൊക്കെ പറയണു. എനിക്ക് സങ്കടാവുന്നുണ്ട്. ശരി, പിണങ്ങണ്ട. ഞാൻ നന്ദി പറയുന്നില്ല, പോരെ? അതോ അതിന് ഇനി മാപ്പ് പറയണോ? എന്താ ഇത്? ഇങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ, അതും സങ്കടമാണെങ്കിൽ അതും വിട്ടേക്ക്. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. തുടങ്ങി. ഇത് നീ ഉദ്ദേശിക്കുന്നതല്ല. പിന്നെ അത് എന്റെ റൂമിൽ വെച്ചിരുന്ന മുൻകൂർ ജാമ്യം കാണാതെ പോയല്ലോ. അത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് നീ എവിടുന്നാ എടുത്തോണ്ട് വന്നത്? വിലാസിനി മാഡമാണ് അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പൊ പറയാണ്ടിരിക്കുന്നതാ ബുദ്ധി. കല്യാണി, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ആ ബെയിൽ ഓർഡർ നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന്? അത് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് എന്നോട് സുബ്രഹ്മണ്യനോടും പറഞ്ഞത് ഓർമ്മയില്ലേ വല്യൂഞ്ഞിന്? അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചിരുന്നതാ. എന്താ ഞാൻ പറഞ്ഞ വല്യൂഞ്ഞിന് വിശ്വാസാവില്ല? തൽക്കാലം ഞാൻ വിശ്വസിക്കാം. പിന്നെ അച്ഛൻ വരാറായി. ഓ, ഞാൻ പോണോ അല്ലേ? അല്ല, ഈ മഴയത്ത് എങ്ങനെ പോവും? ദേ എന്റെ കൊടയെടുത്തോ. ശരി. പോട്ടെ. ഒരു ദിവസമെങ്കിലും അഖിലെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ എനിക്കത് സന്തോഷമാവുമായിരുന്നു. ആനന്ദ മുൻകൂർ ജാമ്യം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു ദിവസമല്ല മാഡം, ഒരു വർഷം വരെ ഞാൻ അവരെ ജയിലിൽ കിടത്തുമായിരുന്നു. അഖിലെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും ഞാൻ വളരെ ബുദ്ധിപൂർവ്വം തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു അത്. അവസാന നിമിഷം വരെ അത് വിജയിക്കുക തന്നെ ചെയ്തു. എന്ന വിലങ്ങണിയുന്നതിന് തൊട്ടു മുൻപ് അവരെ രക്ഷപ്പെട്ടു. ഞാൻ അഖിലയുടെ മുന്നിൽ പിന്നെയും തോറ്റു. വിഷമിക്കാതെ മാഡം, തൽക്കാലം അവർ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ എന്നേക്കുമായി ഈ കേസിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും വെറുതെ ഇരിക്കില്ല. അവരടങ്ങില്ല. അവരുടെയും കൂടി സഹായത്തോടെ
എല്ലാ തെളിവുകളും ഞാൻ കോടതിയിൽ ഹാജരാക്കി ഞാൻ അഖിലാണ്ടേശ്വരിയെ അകത്തിടുക തന്നെ ചെയ്യും. തീർച്ച.